ഹായ്, ഇന്നലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് 24/5/2025 സാറ്റർഡേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജെനുവിനായിട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ജെനുവിനായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതിൽ പലർക്കും എതിരഭിപ്രായം ഉണ്ടായേക്കാം, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ജെനുവിനായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കണ്ടപ്പോൾ അതൊരു നോവല് പോലെ അത്രയ്ക്കും ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് വായിച്ചെടുത്ത് എഴുതാനുള്ള ടൈം ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടില്ല. മാത്രമല്ല, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ പിൻവാതിലൂടെ പലരെയും തിരികെ കയറ്റാനുള്ള ഒരു ശ്രമമായിട്ട്, ഒരിക്കലും ഈ ഒരു എക്സാം എഴുതിയിട്ട് ജോലി കിട്ടരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എക്സാം നടത്തിയതെന്ന് എനിക്ക് സത്യസന്ധമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടായേക്കാം, എനിക്കറിയില്ല. എന്തിനാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് പഠിക്കുന്ന കുട്ടികളെ എന്തിനാണ് മണ്ടന്മാരാക്കുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എക്സാം നടത്താതിരിക്കൂ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാം നടത്താതിരിക്കൂ. അങ്ങനെയാണ് വേണ്ടത്. കാരണം ഒരിക്കലും നമുക്ക് ഇതിൽ കുറേ പേര് പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന കുറേ പേരെ കണ്ടു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് ടഫായിരുന്നു. ഞാനൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റോ, വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് ഊണും ഉറക്കവും ഇല്ലാതെ പഠിക്കുന്ന ഒരു ആളൊന്നും അല്ല ഞാൻ. എന്നാലും അത്യാവശ്യം പഠിക്കും. പക്ഷെ ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള, എൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള എക്സാമുകളിൽ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പല കമൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ഒരു ജോഗ്രഫി എന്നൊക്കെ പറയുന്നത് വായിച്ചെടുക്കാൻ തന്നെ ഒത്തിരി സമയമെടുക്കും. ഫുള്ള് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കുറേ കമന്റ്സ് കണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു എസ്സേ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഇത്രയും എസ്സേ ആയിട്ട് തന്നിരിക്കുന്നത് വായിക്കാൻ പോലും നിൽക്കരുത്. വായിക്കാൻ നിൽക്കാതെ സിമ്പിൾ ആയിട്ടുള്ള GK, ഇംഗ്ലീഷ്, മാത്സ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് 45+ കിട്ടും, മാർക്ക് കിട്ടും, റിസൾട്ട് കിട്ടും എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും, ഷുവറായിട്ട് കിട്ടും, അത്ര ടഫ് അല്ല, കുഴപ്പമില്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ, അവരൊക്കെ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ചിലപ്പോൾ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും പഠിക്കാത്തവരായിരിക്കും. എനിക്കറിയത്തില്ല അത്രയും ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്നവരാണോ അതോ ഒട്ടും പഠിക്കാത്തവരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത്രയ്ക്കും ടഫായിരുന്നു. ഇത് ഇത്രയും മാത്രം ചെയ്തുകൊണ്ട് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി കഴിയുമെന്നും പറഞ്ഞവരുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കുറിക്കുക.